صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وأدخل مسالكهم فقيرا بحقه إليك فأوصله لذوق المحبة صلاة وتسليم تحيتي على المصطفى المختار خير البرية. ബഹുമാനാദരവുകൾ നിറഞ്ഞ വന്യരായ ഉസ്താദ്, എൻ്റെ മുന്നിൽ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാനികളെ, നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹാനായ താജുൽ ഉലമ തങ്ങളുടെ ഉറൂസുമായി ബന്ധപ്പെട്ടും അവിടുന്ന് നമുക്ക് തുടങ്ങിത്തന്ന സ്വലാത്ത് വാർഷികത്തിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോ ദിവസവും ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യം നാം എല്ലാവരും പഠിക്കണം. ഓരോ ദിവസത്തെ പ്രഭാഷണത്തിൽ നിന്നും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൽമുകളാണ് ഉസ്താദുമാർ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കാര്യമെങ്കിലും ഓരോ ദിവസവും നാം സ്വായത്തമാക്കേണ്ടതുണ്ട്. നാം എത്ര ഭാഗ്യവാന്മാരാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കൂട്ടുകാർ നാടുകളിൽ ഒരുപാടുണ്ട്. അവരെ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തില്ല. നിങ്ങളാണ് അതിന് ഭാഗ്യം ലഭിച്ച ആ ഭാഗ്യവാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരാണ് മുതഅല്ലിമീങ്ങൾ? മുതഅല്ലിമിന്റെ വില നാം ആദ്യം മനസ്സിലാക്കണം. കിതാബുകളിൽ നമുക്കൊരു സംഭവം കാണാം. രണ്ട് മുതഅല്ലിമീങ്ങൾ ദറസ് പൂട്ടി അവര് വീട്ടിലേക്ക് യാത്ര പോവുകയാണ്. നമ്മുടെ സ്ഥാപനത്തിലും മാസത്തിലൊക്കെ ലീവുണ്ട്, നമ്മളും വീടുകളിൽ പോകാറുണ്ട്. അങ്ങനെ ആ രണ്ട് മുതഅല്ലിമീങ്ങൾ നടന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് വാഹന സൗകര്യങ്ങളുണ്ട്, ബസ്സുണ്ട്, കാറുണ്ട്. ചില വിദ്യാർത്ഥികൾ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് കയറി പോകും. അങ്ങനെ പല പല സ്വഭാവമാണ് കാണുന്നത്. എന്നാൽ അന്ന് നടരാജൻ വണ്ടി മാത്രമേ ഉള്ളൂ, എല്ലാവരും നടന്നു പോവാം. അങ്ങനെ ഈ രണ്ട് മുതഅല്ലിമീങ്ങൾ നടന്ന് പോകുമ്പോ ഒരു കുളം കണ്ടു. അപ്പോ ഒരു മുതഅല്ലിം പറയുകയാണ്, ഇൻഷാ അല്ലാഹ് എടാ നമുക്കിറങ്ങി കുളിച്ചിട്ട് പോകാം. എന്തായാലും ഇനിയും കുറെ യാത്ര ചെയ്യണമല്ലോ. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്ത് ആകെ വിയർത്ത് മുഷിഞ്ഞിരിക്കുകയല്ലേ, നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാം. അപ്പോ മറ്റേ വിദ്യാർത്ഥി പറയാണ്, കുളിക്കാം, പക്ഷേ കരയിൽ നിന്ന് നമുക്ക് കോരി മേത്തോട്ട് വെള്ളം വീഴ്ത്താം, എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ സഹപാഠിയായ ആ സുഹൃത്ത് പറയണേ, നീന്തൽ അത് വലിയ പ്രശ്നമല്ല, എടുത്ത് ചാടുക, കയ്യും കാലും ഇട്ട് രണ്ടടി അടിച്ചാൽ മതി, വെള്ളത്തിൽ പൊങ്ങിക്കിടന്നോളും. അപ്പോ ഈ വിദ്യാർത്ഥിയുടെ വാക്കിനെ വിശ്വസിച്ച് മറ്റേ വിദ്യാർത്ഥി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വിദ്യാർത്ഥി കയ്യും കാലും ഇട്ട് അടിച്ചു, പക്ഷേ വെള്ളത്തിൽ പൊങ്ങി നിന്നില്ല, നേരെ താഴോട്ട് പോയി. പിന്നെ പൊങ്ങി വന്നത് മയ്യിത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രണ്ട് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് ലീവിന് പോവുകയാണ്, അയൽവാസികളാണ്. അപ്പോ എന്റെ മകൻ എന്തിയെന്ന് ഉമ്മ ചോദിച്ചാൽ ഈ മകനാണ് മറുപടി പറയേണ്ടത്. ഒരു കുട്ടി മരിച്ച് കുളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ്
ഈ മറ്റേ മുത്തഅല്ലിം വളരെ പരിഭ്രമിച്ചു. ആ മുത്തഅല്ലിമിനെ കരയിലോട്ട് അടുപ്പിച്ചിട്ട് തന്റെ മടിയിലേക്ക് ഇരുത്തിയിട്ട് അവിടുന്ന് ഒരു കൽപ്പനയാണ്, യമാ ഉമാലക ഖദ് അതൈത ബിദിമാ ഖദ് ഖീല ഫീകാ മുഖ്ബിറൻ ബിഅജീബി വല്ലാഹു അഖ്ബറ അന്ന ഫീകി ഹയാതനാ فبأي شيء مات فيه حبيبي. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ, വെള്ളത്തിൽ നിന്നാണ് ജീവൻ, ജീവന്റെ തുടിപ്പ് വെള്ളത്തിൽ നിന്നാണ്. അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ജീവൻ തരുന്ന വെള്ളം എന്തേ? എന്റെ പ്രിയ കൂട്ടുകാരനായ, എന്റെ സഹപാഠിയായ കൂട്ടുകാരന്റെ ജീവൻ എടുത്തത് എന്താണ്? യമാ ഉമാലക ഖദ് അതൈത ബിലിദ്ദിമാ. ഓ വെള്ളമേ, നീ ജീവൻ കൊടുക്കുന്ന വെള്ളമാണ്, പക്ഷേ ഇവിടെ നീ ചെയ്തത് നേരെ അതിന് ഓപ്പോസിറ്റ് ആണ്. എന്റെ സഹപാഠിയുടെ ജീവൻ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വല്ലാഹു അഖ്ബറ അന്ന ഫീകി ഹയാതനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, നിന്നിൽ നിന്നാണ് ജീവന്റെ തുടിപ്പിനെ നാം സൃഷ്ടിച്ചത്, പിന്നെ എന്തിനീ പ്രവർത്തനം നിന്നിൽ നിന്നുണ്ടായി? അതുകൊണ്ട് എന്റെ സഹപാഠിക്ക് ഉടനെ നീ ജീവൻ തിരിച്ചു നൽകണം എന്നൊരൊറ്റ കൽപ്പനയാണ്. ഉടനെ സുബ്ഹാനല്ലാഹ് ദീർഘശ്വാസവുമിട്ട് ആ വിദ്യാർത്ഥി ജീവൻ വെക്കുകയാണ്. ഇതാണ് മുത്തഅല്ലിം. നാമും ആ ഇൽമാണ് പഠിക്കുന്നത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. ഈ അറിവോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ മനുഷ്യന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകൾ ഉണ്ടാവും, എല്ലാത്തിനും പാസ്വേഡും പാറ്റേണും എല്ലാം ഉണ്ടാവും. ഫേസ് ലോക്ക് ഉണ്ടാവും, ഫിംഗർ പ്രിന്റ് ഉണ്ടാവും. എന്നാൽ അതിൽ സൂട്ടബിൾ ആയ ആ ഒരു ലോക്ക് അടിച്ചാൽ മാത്രമാണ് അത് ഓപ്പൺ ആവുകയുള്ളൂ. അല്ലാതെ വേറെ എന്ത് ചെയ്താലും 5-6 വട്ടം അടിക്കുമ്പോൾ പിന്നെ 71 മണിക്കൂർ കഴിഞ്ഞ് അടിക്കാൻ പറയും. പിന്നെ അത് കഴിഞ്ഞ് അടിക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ അത് സ്വീകരിക്കോളൂ. അപ്പൊ ശരിയായിട്ടുള്ള പാസ്വേഡ് അടിച്ചാലല്ലാതെ നിന്റെ ഫോൺ ഓപ്പൺ ആവുകയില്ല. അതുപോലെ നീ ശരിയായിട്ട് ഉളു എടുക്കാതെ നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരം ആർക്ക് വേണമടോ? നിസ്കാരത്തിന്റെ ശർത്തും ഫർളും അറിയാതെ നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. പല വിദ്യാർത്ഥികളും ഉളു എടുക്കും, പക്ഷേ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത് എന്ന് ആ കുട്ടിക്ക് അറിയില്ല എങ്കിൽ അവന്റെ വുളു കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? നിസ്കാരത്തിന്റെ ഫർളും ശർത്തും അറിയില്ല എങ്കിൽ അവന്റെ നിസ്കാരം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ട് ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇൽമ് വേണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇൽമില്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആ ഇൽമു പഠിക്കാൻ നിങ്ങൾക്ക് മാത്രമല്ല ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഫരീളത്തുൽ ഇൽമി അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ആണെന്നില്ല പെണ്ണെന്നില്ല, നിർബന്ധമായ കാര്യങ്ങൾ അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള അറിവ് നമുക്ക് വേണം. ആ അറിവ് പഠിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ കൊണ്ടാക്കിയ നമ്മുടെ സ്ഥാപനമാണ് മംബഉൽ ഉലൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചിലവഴിക്കുന്ന ഈ സമയം നല്ല ഉഷാറായിട്ട് റാഹത്തായിട്ട് എല്ലാ സമയവും പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം ഹയാത്ത് ആക്കുന്നതോടൊപ്പം സമൂഹത്തെയും ഹയാത്താക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾ മാത്രം നന്നാക്കിയാൽ മതിയാകും. നിങ്ങൾ ശരിക്ക് നിങ്ങൾ എടുക്കുന്ന പ്രവർത്തനം പ്രവാചകന്മാർ മുർസലീങ്ങളുടെ പ്രവർത്തനമാണ്.
നബിമാർക്ക് പ്രബോധനം കൊണ്ട് കൽപ്പനയില്ല. എന്നാൽ 313 മുർസലീങ്ങൾ, ആ മുർസലീങ്ങൾക്ക് പ്രബോധനം കൊണ്ട് കൽപ്പനയുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് 5ഉം 6ഉം വർഷം ഇൽമു പഠിച്ചിട്ട് നമ്മുടെ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഉസ്താദന്മാരോടൊക്കെ സംശയ നിവാരണം നടത്തി നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ബിരുദമെടുത്ത് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം തങ്ങളെ അവിടുത്തെ അദിക്കിയയിൽ പറയുന്ന കുറച്ച് വരികളുണ്ട്. മുത്തഅല്ലിമിന്റെ ശ്രേഷ്ഠതയാണ്. എല്ലാ പള്ളി ദർസുകളിലും എല്ലാ ദീനി മേഖല സംരംഭ ദഅ്വാ കോളേജുകളിലും പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് അദിക്കിയ. മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം തങ്ങൾ പറയുന്നു, ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഹുതിമ നംലിൻ ഫലാ. എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചില്ലറക്കാരല്ല. ഈ ഇൽമിന്റെ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്തെന്ന അനുഗ്രഹം എത്ര വലുതാണ്. ആകാശഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും ഏതുവരെ എന്നാൽ ഹത്തൽ ഹൂതി, കടലിൽ നീന്തി തുടിക്കുന്ന നീലത്തിമിംഗലം വരെയും വലിയ വലിയ മത്സ്യങ്ങൾ മുതൽ മഅനം ലിൽ ഫലാ, ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ ഉറുമ്പുകളില്ലയോ, ആ ഉറുമ്പുകൾ വരെയും ഈ മുതഅല്ലിമിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അവന്റെ സംരക്ഷണത്തിന് വേണ്ടി, അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. മാത്രമല്ല മൻഫീ ത്വരീഖിൻ ലിത്തഅല്ലുമി യസ്ലുകൂ ഫഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹിലാ. ഒരു മനുഷ്യൻ ഇൽമിന്റെ മാർഗത്തിലേക്ക് വന്നാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മോട് പറഞ്ഞില്ലേ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണോ, ഇൽമിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇൽമില്ലാതെ ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ നിസ്കരിക്കാൻ പഠിക്കണം, നോമ്പിന്റെ ശർത്ത് ഫർളുകൾ, വലിയ ശുദ്ധി ഉണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് ശുദ്ധിയാകണം, അങ്ങനെ ഒരു മനുഷ്യനുമായി നിർബന്ധമായി പഠിക്കൽ നിർബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ മുസ്ലിമീങ്ങളും പഠിക്കണം. അങ്ങനെ പഠിച്ചാലാണ് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുന്നത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്രദമാക്കിയിട്ടുള്ളത്. നമ്മളൊക്കെ ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആർക്കൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉള്ള ആളുകളൊക്കെ കൈപോക്കും. ആർക്കാണ് വീട്ടിൽ കാറുള്ളത് എന്ന് ചോദിച്ചാൽ കൈപൊക്കാൻ ആളുണ്ടാകും. എന്നാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, സ്വാലിഹായ മക്കളാണോ നിങ്ങൾ? സ്വാലിഹായ മക്കളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കുമാറാകട്ടെ. എന്നാൽ ഇപ്പോൾ നമുക്കിവിടെ അതിനൊരു പരിഹാരം കാരണം നമ്മൾ സ്വാലിഹങ്ങളാണോ അല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് 3 കാര്യങ്ങൾ, അതിലൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉത്തരം. ചോദ്യം, നിങ്ങൾ സ്വാലിഹീങ്ങളാണോ, സ്വാലിഹായ വലതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം മുറിഞ്ഞു പോകും,
3 കാര്യങ്ങൾ ഒഴികെ. അതിലൊരു കാര്യമാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാത്തവരാരാണുള്ളത്? എല്ലാവരും ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന മക്കളാണ് എങ്കിൽ നമ്മൾ സ്വാലിഹീങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ ക്ലാസ്സിലും മറ്റും പറയാറുള്ളത്, എല്ലാ നിസ്കാരത്തിന്റെ പുറകെയും നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് ദുആ ഇരക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ വാചകമാണ്. എന്താണ് അർത്ഥം? റബ്ബി, എന്റെ റബ്ബേ, ഇർഹം, നീ കരുണ ചെയ്യണം. ഞാൻ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും അത് വലിയ കാര്യമാവില്ല. അല്ലാ, നീ കരുണ ചെയ്യണം. ഹുമാ, ആ 2 മാതാപിതാക്കൾക്കും, റബ്ബയാനി സ്വഗീറ, ചെറുപ്പകാലത്ത് എന്നോട് അവർ കാണിച്ച ആ കരുണ അതിന് പകരം ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല. നീ പകരം അവർക്ക് കരുണ ചെയ്യണം. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തിയതും അവരാണ്. ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. ഗർഭകാലത്ത് ഉമ്മമാരുടെ അവസ്ഥ നാം ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ കഴിയുകയില്ല, ഒന്ന് നടക്കാൻ കഴിയുകയില്ല, ഭക്ഷണം കൃത്യമായ രീതിയിൽ കഴിക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് വേണ്ടി അവർ സഹിച്ചതും ക്ഷമിച്ചതും എത്രയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നാൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീയൊന്ന് വാവിട്ട് കരഞ്ഞാൽ ആ ഉമ്മ ഓടി വരും. ഉറക്കത്തിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും മറ്റ് എന്ത് ജോലികളിൽ ഏർപ്പെട്ടാലും നിന്റെ വിളി കേട്ടാൽ ആ ഉമ്മ ഉടനെ വന്ന് നിന്നെ വാരിയെടുത്ത് നിനക്ക് അമ്മിഞ്ഞപ്പാല് നൽകി. തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി വളർത്തിയ ഓരോ മക്കളാണ് നമ്മൾ. അപ്പോ നാം അവരോട് നല്ല കരുണയുള്ളവരാകണം. അപ്പോ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന ഓരോ മക്കളാകുവാൻ നാം ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വാലിഹീങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സിമ്പിൾ ചോദ്യം. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലും അല്ല. ഒരു ഡോക്ടറും ഡോക്ടർ അല്ലാത്ത ആളും സമന്മാരാകുമോ? ഇല്ല. ഒരു ഉസ്താദും ഒരു നാടനും സമന്മാരാകുമോ? ഇല്ല. വ്യക്തമായ ചോദ്യമാണ്. ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, അറിവുള്ള ആളും അറിവില്ലാത്ത ആളും സമന്മാരാണോ എന്ന് 2 സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ സംഭവം, ഒരു മനുഷ്യൻ, സാധാരണ അറിവ് പഠിക്കാത്ത നാടനായ ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യനെ വഴിപഴപ്പിക്കാനായിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരും. ഈ മനുഷ്യന്റെ സമീപത്ത് നിന്ന് നിസ്കരിക്കുന്നു. നല്ല താടിയുണ്ട്, നല്ല ഒരു പണ്ഡിതന്റെ രൂപത്തിൽ വന്ന് നിന്നിട്ട് ഈ പാമരനായ ഈ നിസ്കരിക്കുന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ സലാം വീട്ടും, പിന്നെയും എഴുന്നേക്കും, പിന്നെയും നിസ്കരിക്കും, പിന്നെയും എഴുന്നേക്കും, പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തു നോക്കും, പിന്നെയും നിസ്കരിക്കും. അപ്പൊ സലാം വീട്ടിയ ഉടനെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, നിങ്ങൾ ഇത്രമാത്രം ഈ നിസ്കാരത്തിൽ ഏർപ്പെടാൻ എന്താണ്, എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതന്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് പറയുകയാണ്, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഒരു തെറ്റ് ചെയ്തു പോയി. അടുക്കളയിലൂടെ ഓടി നടന്നിരുന്ന ഒരു എലിയെ ഞാൻ അടിച്ചു കൊന്നു. അപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തളം കെട്ടി. ഞാനൊരു പേപ്പർ എടുത്തു, ആ എലിയെ അതിലേക്ക് എടുത്തു, പൊതിഞ്ഞു, എന്റെ പോക്കറ്റിലിട്ടു.
ഞാൻ അതുമായിട്ട് വന്ന് പള്ളിയിൽ നിസ്കരിക്കുകയാണ്. നിസ്കാരം വേണ്ട എന്ന് തോന്നുമ്പോൾ വീണ്ടും ഞാൻ ആ പോക്കറ്റിൽ നിന്ന് ആ എലിയെ എടുക്കും. ഞാൻ ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് വീണ്ടും നിസ്കരിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടും. അങ്ങനെയാണല്ലേ എന്ന് ഈ നാടൻ മനസ്സിലാക്കി നാടനും ആ ഒരു പരിപാടിക്ക് പോവുകയാണ്. നജസ് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുമോ? ആകുമോ? ഇല്ല. ഇതാണ് അറിവില്ലാത്ത ആളുകളെ പറ്റിക്കാൻ ഇബ്ലീസിന് വളരെ സിമ്പിളാണ്. മഹാനായ ഗൗസുൽ ആലം രണ്ടാം വസന്തത്തിന്റെ സുൽത്താൻ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ തങ്ങളുടെ അടുക്കൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് വന്നു. ഇബ്ലീസവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാചീക ഡത്തി അയച്ചോവർ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ ഇബാദത്തിലായിരിക്കുമ്പോൾ ഇബ്ലീസ് സ്വർണ്ണത്തളികയിൽ കുറച്ച് ആഹാരങ്ങളുമായിട്ട് വന്നിട്ട് മുഹീദ്ദീൻ ശൈഖിനോട് പറയുകയാണ്, ഇതുവരെയും ഹറാമാക്കിയതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നു. അതുകൊണ്ട് ഈ സ്വർണ്ണപാത്രത്തിലുള്ള പഴങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചാലും. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് നേടിയെടുത്ത ആ ഇൽമെന്ന ത്രാസ് കൊണ്ട് മഹാനവർ വിദ്യാർത്ഥികളെ, ഈ സമയം നമ്മുടെ സുവർണ കാലഘട്ടമാണ്. ഇൽമു പഠിക്കണം. ഇൽമു പഠിക്കുന്നതിന്റെ പോരിശ ബിസ്മിയുടെ തഫ്സീറിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം കാണാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ആ ഖബറിലുള്ള ആള് വല്ലാതെ ശിക്ഷ അനുഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോ ആ ഖബറിൽ നല്ല സുഹൃതങ്ങളാണ് കാണാൻ കഴിയുന്നത്, ശിക്ഷയൊന്നുമില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഈ മനുഷ്യൻ മരിച്ചു പോകുമ്പോ ഈ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ കുട്ടി വളർന്നു വന്നു, ഇൽമു പഠിക്കുന്നതിന് വേണ്ടി മദ്രസയിൽ അയച്ചു. ആ കുട്ടി ഇന്ന് ബിസ്മി പഠിച്ചിട്ടുണ്ട്. ആ ബിസ്മി പഠിച്ചതിന്റെ ഫലമാണ് ഈ ഖബറിൽ കാണുന്നത്. അല്ലാഹു ശിക്ഷ ഉയർത്തിക്കളഞ്ഞത് തന്റെ മകൻ ബിസ്മി പഠിച്ചത് കാരണത്താലാണ്. അപ്പോ നാം എല്ലാവരും ഇൽമു പഠിക്കുന്നതിന്റെ ആ ഒരു പ്രതിഫലം നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒരു മുതഅല്ലിമിന് വേണ്ട ആറ് കാര്യങ്ങൾ. ഒരു മുതഅല്ലിമല്ല, ഒരു ഇൽമു പഠിക്കുന്നവൻ, അറിവ് സമ്പാദിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥിക്ക് വേണ്ട ആറ് കാര്യങ്ങൾ തഅലീമുൽ മുതഅല്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. സകാഉൻ വഹിർസുൻ വസ്തിബാറുൻ വബുൽഗതു വഇർശാദു ഉസ്താദിൻ വതൂലു സമാനി. ഒന്നാമത്തേത് സകാ ആണ്, ബുദ്ധിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും അല്ലാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. എല്ലാവരും അൽഹംദുലില്ലാഹ് പറയും. അപ്പൊ ബുദ്ധിയുണ്ട്, ഒരു കാര്യം നമ്മളിലുണ്ട്. രണ്ടാമത്തെ കാര്യം സാമഗ്രികൾ, പഠിക്കാനുള്ള സാമഗ്രി, ബുക്ക്, പേന, ബെഞ്ച്, ഡെസ്ക്, ക്ലാസ് റൂം, ലൈറ്റ്, പിന്നെ ഭക്ഷണം, താമസിക്കാനുള്ള സൗകര്യം. അൽഹംദുലില്ലാഹ്, വന്യരായ ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ട് നമുക്കെല്ലാം സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇനിയും ധാരാളം ലഭിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തത് ബുദ്ധിയാണ്, ആ ബുദ്ധി നമുക്കുണ്ട്. രണ്ടാമത്തത് ബുൽഗത്തിൻ, പഠിക്കാനുള്ള സാമഗ്രികൾ, അത് നമുക്കുണ്ട്. മൂന്നാമത്തത് ഇർഷാദ് ഉസ്താദിൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഉസ്താദ്. അൽഹംദുലില്ലാഹ്, അതും നമുക്ക് ലഭ്യമാണ്. നാലാമതായി പറഞ്ഞത് വസ്തിബാർ, ക്ഷമ. അതുണ്ടോ ഇല്ലേന്നൊന്ന് പരീക്ഷിക്കാം. ക്ഷമ വേണം. ഇൽമു പഠിക്കുന്നതിന് ക്ഷമ വേണം. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. 2 കൊല്ലം ഇൽമു പഠിക്കുമ്പോ
ഞാൻ തന്നെ ഇൽമു പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് വീട്ടുകാരിൽ നിന്ന് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇൽമു പഠിക്കുന്നത്? ചെറിയ ശമ്പളമല്ലേ കിട്ടുകയുള്ളൂ, 10 കൊല്ലം പഠിക്കാൻ വേണം, പള്ളിയിൽ ജുമയ്ക്ക് പോയാലോ, വേറെ നാട്ടുകാരുടെ വക ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. അവിടെ ക്ഷമിച്ചു നിന്നുകൊണ്ട് നാം ഇൽമു പഠിക്കണം. അവസാനം അൽഹംദുലില്ലാഹ് നമുക്ക് വിജയമാണ്. ദുനിയാവും വിജയിക്കും, ആഖിറവും വിജയിക്കും. അള്ളാഹു അത്തരം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തത് ബുദ്ധി. ആ ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ട്. രണ്ടാമത്തത് പഠിക്കാനുള്ള സാമഗ്രികളും ലഭ്യമാണ്. മൂന്നാമത് പറഞ്ഞ ഇർഷാദ് ഉസ്താദിൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഉസ്താദും നമ്മുടെ കയ്യിലുണ്ട്. നാലാമത് പറഞ്ഞ ക്ഷമ, പഠിക്കാനുള്ള ക്ഷമ. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, പഠിച്ചത് ആവർത്തിക്കണം, 1-ാം ദർസിൽ പഠിക്കണം. അത് അവനോനാണ് വേണ്ടത്. ബാക്കി ബുദ്ധി അല്ലാഹ് തരുന്നതാണ്. സാമഗ്രികൾ മാതാപിതാക്കൾ ഒപ്പിച്ചു തരും. ഉസ്താദന്മാരെയും മദ്രസകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും രക്ഷിതാക്കൾ കൊണ്ടാക്കുമ്പോൾ അവിടെ ഉസ്താദന്മാരും ഉണ്ടാകും. പക്ഷേ ക്ഷമ നിങ്ങൾക്കാണ് വേണ്ടത്. അഞ്ചാമത് പറഞ്ഞ കാര്യം ഹിർസ്, അത്യാഗ്രഹം വേണം. വെറും ആഗ്രഹം മാത്രം പോരാ. ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ച് അത്യാഗ്രഹം വേണം. എനിക്ക് ഇൽമു പഠിക്കണം, ഇൽമു പഠിക്കണം. ഇൽമെന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമും ഇൽമു തന്നെയാണ്. പക്ഷേ ആത്മീയപരമായ ഫിഖ്ഹിയായ ഇൽമുകൾക്ക് അൽ ഇൽമു എന്നാണ് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. ഈ ഫിഖ്ഹ് പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ അമലുകൾ ശരിയാവുകയുള്ളൂ. ഈ അമല് ശരിയായാൽ മാത്രമേ അള്ളാഹു അത് സ്വീകരിച്ച് സ്വർഗത്തിലേക്കുള്ള പാസ് നമുക്ക് നൽകുകയുള്ളൂ. അപ്പൊ ഇൽമു പഠിക്കാൻ ക്ഷമയും അത്യാഗ്രഹവും നമുക്ക് ഒരുപാട് ഉണ്ടാകണം. അവസാനമായി പറഞ്ഞത് വത്തൂലു സമാനി, ദീർഘകാലം പഠിക്കണമെന്ന്. ചുരുങ്ങിയ 2 കൊല്ലത്തെ പഠനം പോരാ. ഒരു MBBS ഡോക്ടർ ആവണമെങ്കിൽ അവൻ കുറഞ്ഞത് ഒരു 6-7 വർഷം അവനത് പഠിക്കണം. അത് തന്നെ കണ്ണിന് പ്രത്യേക ഡോക്ടറാണ്, ഞാടി ഞരമ്പുകൾക്ക് പ്രത്യേക ഡോക്ടറാണ്, പല്ലിന് പ്രത്യേക വിഭാഗമാണ്. അപ്പൊ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ അവന്റെ മരണം വരെയുമുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മൾ എത്ര കൊല്ലം പഠിക്കണം? പണ്ട് കാലത്ത് ഉസ്താദുമാർ ഒരുപാട് കാലം പഠിക്കുമായിരുന്നു. പിന്നെ അത് 10 ഇപ്പൊ 7. ഇനി അതിലും ചുരുങ്ങുമോ എന്ന് അത് കണ്ടറിയണം. ഏതിരുന്നാലും സമയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാവുകയില്ല. മഹാനായ ഷാഫി ഇമാം പറഞ്ഞില്ലേ, അൽ വഖ്തു കസ്സൈഫി, സമയം വാളിനെ പോലെയാണ്. അത് ശരിക്കും നീ ഉപയോഗിച്ചില്ല എങ്കിൽ അത് നിന്നെ മുറിച്ചു കളയും. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം. തസ്ബീഹ് ചെല്ലാൻ 10 മിനിറ്റ് മുമ്പ് ചെല്ലേണ്ട തസ്ബീഹ് അപ്പോൾ അത് കയറി ചെല്ലണം. സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നാം നിർവഹിക്കണം. ക്ലാസ്സുകളിൽ 7 മണിക്ക് വരുന്ന ആ കൃത്യം 7 മണിക്ക് അവൻ ക്ലാസ്സിൽ അറ്റൻഡ് ആവണം. അവന് കളിക്കാൻ പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് അവൻ കളിച്ചു കൊള്ളണം. ഉറങ്ങാൻ പ്രത്യേക സമയമുണ്ട്. ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഷെഡ്യൂൾ വേണം. എന്തുകൊണ്ടാണ് 7 വയസ്സ് മുതൽ ഒരു കുഞ്ഞിനോട് ഇസ്ലാം കൽപ്പിക്കുന്നത് നിസ്കരിക്കണം, നോമ്പ് നോക്കണമെന്ന് 7 വയസ്സ് കൽപ്പിക്കാൻ കാരണം എന്താണ്? അത് പ്രാക്ടീസാണ്. ആ 7 വയസ്സ് മുതൽ വാപ്പ കൈ പിടിച്ച് പള്ളി കൊണ്ടുപോകുന്നത് അത് പ്രാക്ടീസിനാണ്, അല്ലാതെ ആ കുട്ടി ശർത്തും ഫർളും പഠിച്ചിട്ടല്ല. എന്നാൽ 10 വയസ്സായാൽ കൃത്യമായിട്ട് നിസ്കരിക്കാനും നിസ്കാരത്തിൽ അനക്കമടക്കങ്ങൾ ശ്രദ്ധിച്ച് അത് നിർവഹിക്കുവാനും വാപ്പമാരും ഉസ്താദുമാരും ആ കുട്ടിയെ പരിശീലിപ്പിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇൽമു പഠിക്കുന്ന ഈ സമയം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി ഇൽമുകൾ കരസ്ഥമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും നാം ചെയ്യണം. നാം വെറും ഭൗതികന്മാരാവാൻ പാടില്ല. ഇന്ന്
മതമില്ലാത്തവർ അവരുടെ സംഘങ്ങൾ കൂടി വരുകയാണ്. എല്ലാ കാര്യത്തിനും യുക്തി ആലോചിച്ചു പോയാൽ യുക്തി കിട്ടൂല. ഒരു മനുഷ്യൻ കോട്ടുവാ വിടുന്നു, കൈ ഇങ്ങനെ വെക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ആത്മീയ വശമാണ്. കൈ ഇങ്ങനെ വെച്ചാൽ അവന്റെ ഐബ് മറയും എന്ന് അവന്റെ യുക്തി പറയും. എല്ലാ കാര്യങ്ങളിലും നമുക്ക് യുക്തി കിട്ടൂല. അവിടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എല്ലാം നാം അംഗീകരിക്കുകയും അവിടുന്ന് വിരോധിച്ചത് വിരോധിക്കുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. മഹാനായ ഷാഫി ഇമാം തന്റെ ഉസ്താദിനോട് ഒരു പരാതി, ഞാൻ പഠിച്ചതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ തന്റെ ഉസ്താദ് വക്കി എന്നവർ ഷാഫി ഇമാമിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. മോനെ, ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖാ നൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഇൽമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. അത് തെറ്റ് ചെയ്യുന്നവരുടെ ഹൃദയത്തിലേക്ക് അത് കടക്കുകയില്ല എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ഇൽമ് നാഫി ആവൂല എന്നാണ്. ഇൽമില്ലാത്ത ആരാ ഉള്ളത്? ആരുമില്ല. എല്ലാവർക്കും ഇൽമുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ആ ഇൽമ് ഒരുപാട് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അത് നാഫി ആവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമക്ക് അല്ലാഹു നാഫി ആക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനനുസരിച്ച് ജീവിക്കുവാനും ഉസ്താദന്മാരുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.